വളരെ നന്ദിയോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഇനിയും നമ്മൾ ക്ഷണിക്കുന്നത് സ്വാമി ജ്ഞാനതീർത്ഥയാണ്. അദ്ദേഹം ശിവഗിരി മഠത്തിൽ നിന്നുള്ള സ്വാമിജിയാണ്. അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുകയാണ്. സ്വാമിജിക്ക് ഇങ്ങോട്ട് വരുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചും കേരളത്തെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായിരിക്കുന്ന ഒരു മഹാവ്യാധിയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഈ പ്രയാണം സൂര്യപ്രഭയാർജിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിലെ രാഷ്ട്രപിതാവായിരിക്കുന്ന രാഷ്ട്രപിതാവ് നമ്മളോട് ഓർമ്മിപ്പിച്ച ഒരു വാക്ക്, 100 വർഷങ്ങളായി ഗാന്ധിജി നാരായണ ഗുരുദേവനെ ദർശിച്ച് ശിവഗിരിയിൽ എത്തിയിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ നാരായണ ഗുരുവുമായി ആശയവിനിമയം ഗാന്ധിജി നടത്തുന്നതായിരിക്കുന്ന സന്ദർഭത്തില് ഈ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവാകുമ്പോൾ എനിക്കുള്ള ഒരു ആഗ്രഹം, ഭാരതം ഒരു ലഹരി വിമുക്ത രാഷ്ട്രമായിരിക്കണം എന്നായിരുന്നു അന്ന് നാരായണ ഗുരുവുമായി ആൽമരച്ചുവട്ടിൽ വെച്ച് നടത്തിയ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാരായണ ഗുരുവിന്റെയും ആശയം മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നുള്ള തത്വമായിരുന്നു ഗുരുവിന്റെയും ആശയം. എന്നാൽ ഇന്ന് ഭാരതത്തിലുടനീളം, പ്രത്യേകിച്ച് ഈശ്വരന്റെ നാടാണ് എന്ന് പറയുന്നതായിരിക്കുന്ന കേരളത്തില് ഈ ലഹരി പദാർത്ഥങ്ങൾ വേണ്ടുവോളം ഉപയോഗിച്ച് മഹാവ്യാധികളിൽ കൂടി കടന്നു പോകുന്നതായിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം വളർന്നിരിക്കുകയാണ്. ഇത് ഇന്ന് കൊച്ചുകുട്ടികളിൽ മാത്രം പറയേണ്ട, ഇന്ന് നമ്മളുടെ ഇടയിലുള്ളതായിരിക്കുന്ന സ്ത്രീ ജനങ്ങളിൽ കൂടി ഇത് മാരകമായി കടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതുകൊണ്ട് ഉണ്ടാകുന്നതായിരിക്കുന്ന മഹാവ്യാധികളിൽപ്പെട്ട ഒന്നാണ് കരൾ രോഗം എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ആശുപത്രിയുടെ ഒരു പുത്രനാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാം. അപ്പൊ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് സ്വാമി ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു. വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ എന്റെ പിതാവ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അതാരാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എസ് ഫദൽ എച്ച് വീരാകുട്ടി സാറാണ് എന്ന് പറഞ്ഞു. എന്താ കാര്യം? അദ്ദേഹമാണ് എന്നെ ഈ ഏത് മദ്യപാനം എന്നുള്ള മാരകരോഗമല്ല, അതുകൊണ്ടുണ്ടാകാവുന്ന ഒരു രോഗമായിരുന്നു ഏത്, ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടായതല്ല കേട്ടോ. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ വക ഒരു വസ്തുവും എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല എന്ന് വേണം പറയാൻ. ബീഡി സിഗരറ്റും ഒക്കെ കണ്ടിരിക്കുന്നതല്ലാതെ കഴിച്ചിട്ടും വലിച്ചിട്ടുമില്ല കേട്ടോ. എങ്കിലും എന്നെ അങ്ങനെയുള്ള ഒരു വ്യാധി കടന്നു പിടിച്ചു. അതിൽ അങ്ങേയറ്റം വരെ ഈശ്വരന്റെ കവാടത്തിൽ വരെ ചെന്ന എന്നെ ഈ ലക്ഷർ ഹോസ്പിറ്റലിലിരിക്കുന്ന ഫദൽ സാറാണ് എന്നെ എന്ത് ചെയ്തത്, ആ രോഗത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പോഴും സാറ് പറയും, ഈശ്വരന്റെ കരങ്ങൾ എന്റെ കൈകളിൽ പ്രവർത്തിച്ചിട്ട് സ്വാമിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സാർ ഇപ്പോഴും എന്നോട് പറയാറുള്ളത്. ഞാനല്ല സ്വാമിയെ ഈ രീതിയിൽ രക്ഷിച്ചിരിക്കുന്നത്, കാരണം അങ്ങ് കവാടത്തിൽ എത്തിയതാണ് ഞാൻ. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നിവിടുന്ന് വിളിച്ചപ്പോൾ സന്തോഷമുണ്ടായ ഒരു കാര്യം, ഇത്തിരി ഒരു മഹാവ്യാധിയായിരിക്കും ഈ ലഹരി പദാർത്ഥം നാം നിത്യവും ഉപയോഗിച്ചാൽ നമ്മളിൽ കടന്നുകൂടുന്നത്. അതിൽ നിന്ന് വിരളമായിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടേക്ക് തിരിച്ചു വരാൻ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ഇതുപോലുള്ളതായിരിക്കുന്ന മഹാവ്യാധികളിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കളുടെയാണ്, അധ്യാപകരുടെയാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ വിദ്യാലയങ്ങളിൽ കാണാറുണ്ട്, വിദ്യാലയങ്ങളില് അവരുടേതായിരിക്കുന്ന ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരെ ഒന്ന് നിയന്ത്രിക്കാൻ പോലുള്ളതായിരിക്കുന്ന അവസരം ഇന്ന് ആര് നൽകുന്നില്ല? ഇവിടുത്തെ അധികാരികൾ നൽകുന്നില്ല. ആ പണ്ടുള്ള ശിക്ഷണത്തിൽ കൂടിയായിരുന്നെങ്കിൽ കുട്ടികൾ ഇത്രമാത്രം വഴിതെറ്റി പോകില്ലായിരുന്നു എന്നുള്ളത് ആര് മനസ്സിലാക്കണം? നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അമ്മയുടെ കമ്മല, അമ്മയുടെ വളയ, അമ്മയുടെ മോതിരങ്ങള്, അച്ഛന്റെ പോക്കറ്റിലുള്ളതായിരിക്കുന്ന സമ്പത്തുകള്, ഇതെല്ലാം പിള്ളേർ അപഹരിക്കും. എന്തിനു വേണ്ടി അപഹരിക്കുന്നു? ഇതുപോലുള്ളതായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ആത്മനിവൃത്തി ഉണ്ടാകാൻ വേണ്ടി. എന്താണ് അവർക്കുണ്ടാകുന്ന ആത്മനിവൃത്തി എന്ന് നമുക്കറിയില്ല. ഈശ്വര സാക്ഷാത്കാരത്തിൽ കൂടിയുള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല. മറിച്ച് സ്വബോധത്തെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ നാം ഈ രാഷ്ട്രത്തിലെ ഏതോ
മഹാവ്യക്തിത്വങ്ങളാണ് എന്നും അതുപോലെ തന്നെ ഈശ്വരന്റെ അനുഭൂതികളാണ് തന്നിൽ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കുന്ന ബുദ്ധിയുടേതായിരിക്കുന്ന അന്ധതയിൽ കൂടി ഉണ്ടാകുന്നതായിരിക്കുന്ന ആ ബോധമണ്ഡലത്തിൽ കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത്. അതുപോലുള്ളതായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഈ ഭാരതത്തിൻ്റെതായിരിക്കുന്ന മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായിരിക്കുന്ന യജ്ഞമാണ് ശ്രീകണ്ഠൻ നായർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശിവഗിരി മഠവും ഇത് പറഞ്ഞപ്പോൾ വരുന്ന മാസം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ളതായിരിക്കുന്ന ഒരു പ്രയാണം എന്ത് ചെയ്തിട്ടുണ്ട്, മഠത്തില് അദ്ദേഹം വന്ന് സംസാരിച്ചതിന് ശേഷം മഠാധിപതിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികളുടെ തന്നെ നേതൃത്വത്തില് ഈ ലഹരിക്ക് വിരുദ്ധമായി കൊണ്ട് ആ തത്വത്തെ മുറുകി പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രയാണം നടത്താൻ മുൻകൈ എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. മഹാവ്യാധികളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്ന രോഗം, നമ്മുടെ ലക്ഷൂർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരു മഹാവ്യാധി പെട്ടിവിടെ എത്തിയാൽ ജീവന്റെ കണിക നമ്മളിൽ ഉണ്ടായെങ്കിൽ അതിന് വൈവിധ്യമുള്ളതായിരിക്കുന്ന ഡോക്ടർമാരുടെ ഒരു പാനൽ ഇവിടെ ഉണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഫതൽ ഡോക്ടറും അദ്ദേഹത്തിന് ചുറ്റിയുള്ളതായിരിക്കുന്ന മറ്റ് എല്ലാ ഡോക്ടർമാരുടെയും അശ്രാന്ത പരിശ്രമമുണ്ട്. നിങ്ങൾ വിചാരിക്കും സ്വാമി ഇതൊരു തമാശയ്ക്ക് പറയുന്നതായിരിക്കും എന്നുള്ളത്. എന്റെ കയ്യിൽ നിന്ന്, എന്റെ ബന്ധുക്കളിൽ നിന്ന്, സന്യാസിമാരുടെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ചത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സ്വാമിയെ തിരികെ കിട്ടും. എന്നോട് അന്നുണ്ടായിരുന്നതായിരിക്കുന്ന നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞ സ്വാമിയെ ഞാൻ ഉറക്കത്തിൽ നിന്ന് സ്വാമി ഉണരുമോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല സ്വാമി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ഇത് തുറന്നു പറയുകയാണ് ഞാൻ. അത്രയും നമ്മളെ ആ രീതിയിൽ കൊണ്ടുപോയി സംരക്ഷിച്ച് ഈ 9ാമത്തെ മാസത്തിൽ ഇതുപോലെ ഇവിടെ വന്നു നിന്ന് ലിവർ മാറ്റിവെച്ച് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇവിടെ മാറ്റിവെച്ചിട്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കണമെങ്കിൽ അത്രയും നല്ല ഒരു കെയർ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഈ ലക്ഷൂർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതിന്റെ പരിണിത ഫലം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ ഹോസ്പിറ്റലിലെ എന്റെ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കുന്ന ഏറ്റവും സ്നേഹവാത്സല്യമുള്ളത് 8th ഞങ്ങളുടെ സിസ്റ്റർമാരോടാണ്. എനിക്ക് ഡോക്ടർമാരിൽ ഉപരി എന്തുള്ളത് സ്നേഹവും ബഹുമാനവും ഉള്ളത്. ഇന്നും ഞാൻ ആ നഴ്സുമാരെ എല്ലാവരെയും പോയി കണ്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഈ സന്ദർഭത്തിൽ മറ്റൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ഡോക്ടർമാരുടെയും ശ്രദ്ധ നമ്മൾ ഓരോ പേഷ്യന്റിന്റെ പേരിലും ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഈ പ്രയാണം നമ്മളുടെ വരും തലമുറകളിലേക്ക് ഈ പ്രയാണം ഉപകാരപ്രദമാകട്ടെ. ശ്രീകണ്ഠൻ നായർക്ക് ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദ്ഗുരുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.